ഡേ 3 എത്ര ഡേ എവിടൊക്കെ വേണ്ടി കളമശ്ശേരി ഐ.ടി.ഐ. 3-ാം ദിവസം ഞങ്ങൾ കളമശ്ശേരി ഐ.ടി.യിലോട്ട് പോകുന്നു. ഞാൻ ഹായ് ചൊല്ല്. ഹായ് ഞാൻ ഹായ് ചൊല്ല്. സേ ഹായ്. ഓക്കെ ബൈ. നടന്ന് ക്ഷീണിച്ചോ? ആ കമ്പി കിട്ടുകാന്ന് കേട്ടി ആരും. നമ്മളെ കേറിക്കോ കേറിക്കോ. മുന്നിലുള്ള അങ്ങക്കുള്ള സീറ്റ് വിടാൻ കയറേണ്ടി വരും. റഷീദക്കൊരു ഉണർവില്ല. കണ്ണിന് കണ്ണിൻ മാണിയാ തിങ്കൾ തോക്കും കാലിയാണ്. ഇവിടൊക്കെ നിന്നേ. അത്രയും ഉയരത്ത് എല്ലാവരും ഇവിടെ ഇരിക്കുമ്പോ ഇതൊന്നും എനിക്കൊരു ബാധകമല്ല എന്ന് പറഞ്ഞ ഒരാൾ കിടന്ന് ഉറങ്ങുന്നു. കണ്ടു. ഹായ് കാറ്റ്. കേരളം ഭയങ്കര ചൂടാണ് ഗൈസ്. ബിരിയാണിയാ നോക്കട്ടെ. ഇത് കബ്സയാണ് ഗൈസ്. ഇറ്റ്സ് നോട്ട് ബിരിയാണി. കബ്സ. അവന് ശിവറി ആസിഫ് സാർ അതാരും അത് എക്സ്പ്ലെയിൻ വീഡിയോ എടുത്തോട്ടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചെയ്തു ഡ്രില്ലില്ലി
ഇവിടെ ബ്ലേഡ് മൂവ് ചെയ്യാവുന്നുണ്ടല്ലേ ഇതിന്റെ അകത്ത്? ഇത് കണ്ടി ക്യാമറയുള്ളിൽ നോക്കിയാ കാണണ്ടേ? ഇങ്ങനെ നോക്കിയാ കാണൂലേ? ക്യാമറയുടെ മൂവിന്റെ കാണാം. ഈ സാധനം കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആ സാറിനെ കൂട്ടിക്കൊണ്ട് വരാം പെർമിഷന് വേണ്ടി. പെർമിഷൻ കിട്ടിയിരിക്കുന്നു. അപ്പുറത്തൊക്കെ നിൽക്കണം അതിനുള്ളിൽ. ആദ്യമായിട്ട് കാണുന്ന സാധനം തേക്ക്. പഴയ മെഷീൻ 75 HP പഴയ മോട്ടറാണത്. കാട്ടി കാട്ടി തരും. രണ്ട് വശം ലെവൽ ചെയ്ത് വരും ആ സർഫസിൽ. ഈ വശവും ലെവൽ വരും. അപ്പൊ അത് കറക്റ്റ് അളവല്ല. ഇവിടെ കറക്റ്റ് അതിന്റെ മെഷർ വെച്ചിട്ട് ഈ വശവും മറ്റേ വശം ഒരു സൈഡ് അവിടെ കറക്റ്റ് ആക്കി രണ്ട് സൈഡ് തള്ളി വരും. അത് ഇതുപോലെ തള്ളിയിട്ട് അവിടെ വരും. ഇതിപ്പോ തള്ള വിടാത്താണ്. ഇത് കറക്റ്റ് നമ്മൾ ഇതിനകത്ത് തിക്നെസ് അടിക്കും. അത് സർഫസ് ലെവലാണ്. ഈ രണ്ട് വശം ഇവിടെ രണ്ട് വശം അടിച്ചിട്ടില്ല. അപ്പൊ അത് ഇവിടെ നിങ്ങൾ ചെയ്യും. മെഷർമെന്റ് കറക്റ്റ് സെറ്റ് ആക്കിയിട്ട് ഇതിനകത്തോടെ അത് 45 സെന്റിമീറ്റർ 40 സെന്റിമീറ്റർ അത് ഇതിനകത്ത് 4 സെന്റിമീറ്റർ വെച്ചിട്ട് ഈ വശം കറക്റ്റ്. അപ്പൊ നമ്മൾ എല്ലാ പീസിനും ഇത്ര കുറയ്ക്കണമെന്ന് ഉണ്ടോ? ഓരോന്നിനും ഓരോ മെഷർ ഉണ്ട്. ഇതിപ്പോ നമ്മൾ സെന്റിമീറ്റർ ആണെങ്കിൽ 8 സെന്റിമീറ്റർ 1.5 80 25 പറയണം സെന്റിമീറ്റർ പറയണം. അപ്പൊ ഇത് വെക്കുമ്പോ 8 സെന്റിമീറ്റർ അളവ് വെക്കും. ഇതിപ്പോ 4 സെന്റിമീറ്റർ ആണ്. താങ്ക് യു ആശാരി. സുബൈറോ ഇത് എന്താ ചെയ്യുന്ന ഈ മെഷീൻ? 4 വശവും ഒരുമിച്ച് പ്ലെയിൻ ചെയ്ത് പോകും. ഓക്കെ. അവിടെ രണ്ട് വശം ചെയ്യുന്നുണ്ടല്ലേ? അവിടെ ഒരു വശമുണ്ട്, 4 വശവും പോകും. പിന്നെ നമ്മള് കട്ട്ലാജറിലൊക്കെ പണിയില്ലേ, അപ്പൊ അതില് നമ്മളൊരു പൊത എടുക്കുമല്ലോ ഡോറ് വെച്ച്, അതെല്ലാം ഒറ്റയടിക്ക് എടുത്ത് പോകും. അപ്പൊ എവിടെ കൂടി ഇത് ഫീഡ് ചെയ്യുന്ന വർക്ക് പീസ്? ഈ സൈഡിൽ കൂടെ അല്ലേ? 4 സൈഡ് ഒരു മെറ്റീരിയൽ പ്ലെയിൻ ചെയ്ത് കിട്ടും.
അപ്പുറത്തെ മിഷനിലൊക്കെ ഒരേ തേനാണല്ലോ, ആ 2 തേനാണല്ലോ, ഇത് ഒറ്റയടിക്ക് കിട്ടും. ആരാ ടീച്ചറെ? ഗോ ഡൗൺ. മക്കളെ ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ എവിടെ കൊണ്ടാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഇതെല്ലാം നാം ഉണ്ടാക്കിയാണ്. രാവിലെ പുട്ടാണെന്ന് തോന്നുന്നു. കഴിച്ചതാ പറഞ്ഞോ. ഇതേ ഇതാക്കണ്ടേ വലിയ സാൻഡിങ്. അമ്മ വലിയ സോഫ ഉണ്ടാക്കി വെച്ചിട്ട് നിൽക്കുവാ. ആ സോഫയിൽ വെച്ച് ഞങ്ങൾ ഇഷ്ടംപോലെ ഫോട്ടോ കൊണ്ട് ലൈറ്റ് അവിടെ ഇവിടെ എല്ലാം ക്ലിയർ ആണ്. മതി. പുതിയ സെയിൽസ്മാൻ വരൂ. 7500 രൂപ. നമുക്ക് കേരളത്തിൽ മൊത്തം ഈ പറഞ്ഞ സർക്കാർ സ്ഥാപനങ്ങൾക്കാണ് കൂടുതലായിട്ട്. പിന്നെ അതുപോലെ നിങ്ങളുടെ നാടായ ലക്ഷദ്വീപിലെ സ്കൂളുകൾക്കുള്ള നിരന്തരമായ ഓർഡറുകൾ നമുക്കുണ്ട്. അതിന് പ്രധാനമായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥ, ഉപ്പുരസം കാണുന്ന വെള്ളത്തിനൊക്കെ ആയിട്ട് അത് സെൻറ്റ് ലോങ് ലൈഫ് കിട്ടുന്നതിന് നമ്മളിത്തരം ഉയർന്ന ഗുണമേന്മയുള്ള തേക്കിലും ആഞ്ഞിലിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറാണ് ഈ പറഞ്ഞ രീതിയിൽ ലക്ഷദ്വീപിൽ നിൽക്കുള്ളൂ. മറ്റുള്ള വളരെ വിശ്വസിക്കാവുന്ന രീതിയിലുള്ള ഫർണിച്ചറാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലക്ഷദ്വീപിൽ നമുക്ക് നിരന്തരമായിട്ട് കുറേ വർഷങ്ങളായിട്ട്, എനിക്ക് 1946 സ്ഥാപനം തുടങ്ങി, അതിനുശേഷം നിരന്തരമായിട്ട് നമുക്ക് ലക്ഷദ്വീപുമായിട്ടൊരു നല്ലൊരു ബന്ധമാണുള്ളത്. അവിടുത്തെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലെല്ലാം മിക്ക ഓർഡറുകളും നമ്മളാണ് പ്ലേസ് ചെയ്യുന്നത്. അതാണ് നമുക്ക്